ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 8 ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ്? റിട്ടേൺ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ഈ ഒരു റിട്ടേൺ നമ്മൾ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഈ ഡിവിഡൻഡ് എത്ര കൊടുത്താലാണ് നമ്മുടെ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആവുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയെല്ലാമാണ് അത് നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ കൂട്ടുക, ഏതെല്ലാം സാഹചര്യത്തിലാണ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻസിലൂടെ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ലിൻഡേഴ്സ് മോഡലുണ്ട്. ആ ലിൻഡേഴ്സ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിവിഡൻഡ് D1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ D1 നിന്ന് D0 അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ പിന്നീടുള്ളത് നമുക്ക് ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് കണ്ട പോലെ തന്നെ ഇവിടെ ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. അപ്പോൾ അതൊരു 3 മെത്തേഡ്സ് ഉണ്ട്, 3 തിയറി മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്ററാണ്, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഡിവിഡൻഡ് ഡിസിഷൻ വെരി ക്രൂഷ്യലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഡിവിഡൻഡ് ഡിസിഷനിൽ ഞാനൊരു 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഈ ചാപ്റ്ററിനെ മെയിനായിട്ട് 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഒന്ന് ലിൻഡേഴ്സ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ലിൻഡേഴ്സ് മോഡൽ എന്നാണ്. ലിൻഡേഴ്സ് മോഡലുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമുക്കുള്ളത് ഡിവിഡൻഡ് തിയറീസ് ആണ്. ഈ ലിൻഡേഴ്സ് മോഡൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡിവിഡൻഡ് D1 ഓർ D0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിവിഡൻഡ് നമ്മൾ ഏത് ഡിവിഡൻഡാണ് എടുക്കുക, D1 ഓർ D0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിൻഡേഴ്സ് മോഡൽ പഠിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഈ ടോപ്പിക്കായിരിക്കും നോക്കുന്നത്. പിന്നീടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് തിയറീസ് ആണ്. ഡിവിഡൻഡ് തിയറീസ് 2 പാർട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിച്ച പോലെ തന്നെയുള്ള തിയറീസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതുപോലത്തെ പേരും കണ്ടെന്ന് വരാം, പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. അതിൽ ആദ്യം തന്നെ റെലവൻസ് തിയറി ഉണ്ട്, അതുപോലെ തന്നെ ഇറലവൻസ് തിയറി ഉണ്ട്. ഇറലവൻസ് തിയറിയിലുള്ളത് MM അപ്രോച്ചാണ്. MM അപ്രോച്ച് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പഠിക്കുന്ന MM അപ്രോച്ച് അല്ല ഇവിടെ ഉള്ളത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീടുള്ളത് റെലവൻസ് തിയറി ആണ്. റെലവൻസ് തിയറിയിൽ ഗോർഡൻസ് ഗ്രോത്ത് മോഡലും അതുപോലെ തന്നെ വാൾട്ടേഴ്സ് മോഡലും, ഈ 2 മോഡൽസും ഇത് രണ്ടുമാണ് റെലവൻസ് തിയറിയിലുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ലിൻഡേഴ്സ് മോഡലിൽ D1 ഓർ D0 പഠിക്കാനുണ്ട്. ഇതൊരു ചെറിയ സ്മോൾ ടോപ്പിക്കാണ്. റെലവൻ്റ് ആണോ എന്ന് വെച്ചാൽ ചില ടൈം ക്വസ്റ്റ്യനിൽ എക്സാമിന് വരാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്നത്. ഇത് നമ്മുടെ ഡിവിഡൻഡ് തിയറീസ്. ഈ തിയറീസിൽ റെലവൻസ് തിയറിയിൽ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ, അതുപോലെ തന്നെ വാട്ടേഴ്സ് മോഡലുണ്ട്. അതുപോലെ തന്നെ ഇറലവൻസിൽ MM അപ്രോച്ചും ഉണ്ട്. ഈ റെലവൻസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആ മീനിങ് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. റെലവൻസ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഇവിടെ റെലവൻ്റ് ആയിരിക്കും. അതായത് ഡിവിഡൻഡിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട്, ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ കമ്പനീൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് വാല്യൂവിനെ എഫക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് ഈ റെലവൻസ് തിയറി പറയുന്ന ഈ ഗോർഡൻസ് ഗ്രോത്ത് മോഡലും അതുപോലെ തന്നെ വാൾട്ടേഴ്സ് മോഡലും പറയുന്നത്. അതായത് അതനുസരിച്ച് ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് റെലവൻസ് തിയറി. ഇറലവൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം എത്ര ഡിവിഡൻഡ് കൊടുത്താലും ആ ഡിവിഡൻഡ് എന്തല്ല, നമ്മളെ ഈ കമ്പനീൻ്റെ വാല്യൂ ആയിട്ട് ഒരു റിലേഷനും ഇല്ല എന്നുള്ള തിയറിയാണ് ഇറലവൻസ് തിയറി. അപ്പോൾ ഇതിൽ ഏത് തിയറിയാണ്
ഏത് തിയറിയാണ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഏത് തിയറിയാണ് ശരിയെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന് ഓരോന്നിനും ഓരോ അസംഷൻസും ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതെല്ലാം ശരിയായിട്ട് നമുക്ക് തോന്നും. എന്നാലും കുറച്ചും കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗോർഡൻസ് ഗ്രോത്ത് മോഡലാണ്. ഇത് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ ഇതിൻ്റെ ഈ ഡിവിഡൻഡ് അല്ലാതെ തന്നെ ഈ ഗോർഡൻസ് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡൊക്കെ ചെയ്യുന്നത്. ഡിസ്കൗണ്ടഡ് ഫ്രീ ക്യാഷ് ഫ്ലോ മെത്തേഡ് ഇത് നമ്മൾ ബിസിനസ് വാല്യുവേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ഫ്രീ ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഇതൊക്കെ ഈ ഗോർഡൻസ് ഗ്രോത്ത് മോഡലിൻ്റെ ആ ഒരു ബേസിൽ ഉള്ള മോഡൽസാണ് ഈ ഡിസ്കൗണ്ടഡ്. അപ്പോൾ ഇതിൽ ഈ ഗോർഡൻസ് മോഡൽ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉള്ള വലിയൊരു മോഡൽ എന്ന് പറയുന്നതും. ഇതിൽ ആദ്യം മൂപ്പരൊരു മോഡൽ പറഞ്ഞു, പിന്നെ അയാൾ എന്ത് ചെയ്തു, അത് പിന്നെ റിവൈസ് ചെയ്യുകയും ചെയ്തു. ഇതിൽ റിവൈസ്ഡ് മോഡലും കൂടി ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, പിന്നെ വാൾട്ടേഴ്സ് മോഡലാണ്. വാൾട്ടേഴ്സ് മോഡൽ അതും നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും. പിന്നീട് അപ്രോച്ച്. ഇത്രയും മോഡൽസാണ്, ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിനെ പറ്റി. ലിൻഡേഴ്സ് മോഡൽ, ഡിവിഡൻഡ് തിയറീസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഞാൻ അതല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് തിയറി ടോപ്പിക്സും കൂടി നോക്കാം. ഡിവിഡൻഡ് ഡിസിഷൻ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡിവിഡൻഡ് തിയറീസ്, ഡിവിഡൻഡ് ഡിസിഷൻസ് രണ്ട് തിയറീസിൻ്റെ ബേസിലാണ്. റെലവൻസ് തിയറിയും അതുപോലെ തന്നെ ഇറലവൻസ് തിയറിയും, അതിൽ ഏതൊക്കെ മെത്തേഡ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഡിവിഡൻഡ് ഈസ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഒരു കാര്യം അപ്പോൾ ഇവിടെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടതിനെ കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പറയാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ സെയിൽസ്, ലെസ് വേരിയബിൾ കോസ്റ്റ് contribution plus fixed cost EBIT. Less interest EBT. Less tax EAT. ഇതാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇവിടുന്ന് ആണോ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക? അല്ല. അപ്പോൾ ഇതെന്താണ് ഫോർമാറ്റ്? നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് നമ്മൾ ഇതുവരെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു സെയിൽ ഉണ്ടെങ്കിൽ ആ സെയിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റിനെയാണ് ലെസ് ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലിങ്ങിന് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര യൂണിറ്റ്സ് സെല് ചെയ്യുന്നോ അതനുസരിച്ച് കൂടുന്ന അല്ലെങ്കിൽ കുറയുന്ന ഐറ്റംസ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പാക്കേജിങ്, ഓരോ പാക്കറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യുന്ന അനുസരിച്ചാണ് അത്രയും പാക്കറ്റ്സ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ പാക്കേജിങ് എക്സ്പെൻസ് എന്താണ്? അതൊരു വേരിയബിൾ കോസ്റ്റ് ആണ്. എത്ര നമ്മൾ പിന്നെ ഐറ്റംസ് സെല് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, പാക്കേജിങ് കോസ്റ്റ് ഉണ്ടാവുക. അതുപോലത്തെ ഒരുപാട് കോസ്റ്റസ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ് എത്ര പ്രൊഡക്ട്സ് ആണോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അത്രയായിരിക്കും നമുക്ക് മെറ്റീരിയൽസ് വേണ്ടി വരിക. അതുപോലെ തന്നെ ലേബർ, എത്ര യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണോ അത്രയാണ് ലേബർ വേണ്ടി വരിക. അങ്ങനത്തെ ഒക്കെ എന്തിൽ വരും? വേരിയബിൾ കോസ്റ്റിൽ വരും. അപ്പം അങ്ങനെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. ഈ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ്ഡ് കോസ്റ്റസ് ലെസ് ചെയ്യും. ഫിക്സ്ഡ് കോസ്റ്റിൽ ഏതെല്ലാം വരും? റെൻറ്റ് വരും, സാലറി വരും, അതുപോലത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള എന്തെല്ലാം എക്സ്പെൻസസ് ഉണ്ടോ എല്ലാ എക്സ്പെൻസസും ഇവിടെ വരും.
എക്സെപ്റ്റ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇവിടെ എന്തായിട്ട് വരില്ല, എക്സ്പെൻസ് ആയിട്ട് വരില്ല. കാരണം അത് പിന്നീട് EBIT നിന്ന് പിന്നീടാണ് നമ്മൾ ലെസ് ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ EBIT അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കോസ്റ്റ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്, അതായത് നമ്മൾ ഫണ്ട് എടുത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ്, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന ഈ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സിന്റെ ഭാഗമായിട്ട്, നമ്മൾ ഫണ്ട് എടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിനാൻസ് ചെയ്തതിൻ്റെ ആ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് വരാൻ പാടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. അല്ലാതെ ഇത് നമ്മൾ എന്തുകൊണ്ട് വരുന്നതല്ല, നമ്മളെ ഓപ്പറേഷൻസ് ആയിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റം അല്ല എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EBIT എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ആക്കിയിട്ട് വെച്ചിട്ട്, ഇതുവരെ ആയിരിക്കും നിങ്ങൾ എന്തിൽ പഠിച്ചിട്ടുണ്ടാവുക, കോസ്റ്റിങ്ങിൽ ഇതുവരെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിരിക്കും നമ്മൾ എവിടെ പഠിക്കുന്നത്, FM-ൽ മെയിനായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് EBIT നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് EBT എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ലെസ് ചെയ്യാൻ. അപ്പോൾ ഈ EBIT നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാൻ, ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ്, ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ EBIT-യിൽ നിന്നായിരിക്കും പിന്നീട് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ടാക്സ് എത്രയാണോ പെർസെൻറ്റേജ് അത്രയും പെർസെൻറ്റേജ് ടാക്സ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാവും, ഡിവിഡൻഡ് ഒരു എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും സ്ലിപ്പറി ഗ്രൗണ്ടായിട്ട് തോന്നുന്ന ഒരു പോർഷനാണ് എന്ത്, ഡിവിഡൻഡ് എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആണോ എന്നുള്ളത്. കാരണം ഡിവിഡൻഡ് ഒരിക്കലും നമ്മളൊരു എക്സ്പെൻസ് അല്ല. എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, അതിന് ഡിഡക്ഷൻ കിട്ടണം. ടാക്സിൽ നമുക്ക് ഡിഡക്ഷൻ ഒന്നും കിട്ടാതായിട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡിനും ഇക്വിറ്റി ഡിവിഡൻഡിനും നമുക്ക് എന്ത് കിട്ടില്ല, ടാക്സിൽ ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ ഓണേഴ്സിന് കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് കാണിക്കാൻ പറ്റില്ല, അതൊരു എക്സ്പെൻസ് ആയിട്ടല്ല, അതൊരു പ്രോഫിറ്റ് അപ്പോർഷൻമെന്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ ഇൻകം ടാക്സിൽ നമുക്ക് എന്തായാലും എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പിന്നെ പരിഗണിക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് ആദ്യം കൊടുക്കുക. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് എന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടുന്നതാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പിന്നീട് കിട്ടുന്ന ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ഈ ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്നായിരിക്കും പിന്നീട് നമ്മൾ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ റീറ്റെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്ന് കമ്പനി ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഡിവിഡൻഡ് ലെസ് ചെയ്യുക. ഡിവിഡൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താണ്, നമ്മുടെ റിസോഴ്സ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പോർഷനാണ് നമ്മുടെ ഈ ഡിവിഡൻഡ് ഡിസിഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ എത്രയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്രയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കേണ്ടത്, ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ഇത് ഓൾറെഡി മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും വേണമെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.
ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കി ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവുക, അപ്പോൾ അതിലേത് പാർട്ടാണ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളതെന്നൊക്കെ നോക്കി. ഓക്കെ, അപ്പോൾ അതിലുള്ള പാർട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് ഇവിടെ ഡിവിഡൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നേരെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്തായിരിക്കും? പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ബാലൻസ് ഉള്ളത് എന്തായിരിക്കും? റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഇപ്പോൾ ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് മാറും. ഇവിടെ നിന്ന് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി കമ്പനീസ് ആക്ടിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും എല്ലാ ആൾക്കാർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ എന്തായിരിക്കും? നല്ല നമ്മളെ എക്സ്പെക്റ്റേഷനേക്കാളും നല്ല കൂടുതലായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ആ ഒരു റിസ്ക് അവിടെ ഉണ്ടാവും. അതാണ് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഫോംസ് ഓഫ് ഡിവിഡൻഡ് ഏതെല്ലാം ഫോംസിലാണ് നമ്മളെ ഡിവിഡൻഡ് ഉള്ളത്? ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ റീപർച്ചേസ് ഉണ്ട്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ സാധാ ഡിവിഡൻഡ്. ഷെയർ റീപർച്ചേസ് എന്ന് പറയുമ്പം ട്രാൻസാക്ഷൻ ഇൻ വിച്ച് എ കമ്പനി ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് യൂസിങ് കോർപ്പറേറ്റ് ക്യാഷ്. അതായത് ഒന്നെങ്കിൽ കമ്പനി ബൈബാക്ക് ചെയ്യുന്നതും നമ്മൾ എന്തായിട്ടാണ്? ഒരു ഡിവിഡൻഡ് ഫോമിലാണ് കണക്കാക്കപ്പെടുന്നത്. ദീസ് ബോട്ട് ബാക്ക് ഷെയർസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ട്രഷറി ഷെയർസ് വിച്ച് ആർ കെപ്റ്റ് ഫോർ റീഇഷ്യൂവൻസ് ഇൻ ഫ്യൂച്ചർ. Cancelled shares if they would retire from the issued share capital cancelled. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തിയറി ആയിട്ട് നോക്കിയാൽ മതി. ഇത് കൂടുതലായിട്ട് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ സ്റ്റഡി മെറ്റീരിയൽ പേജ് നമ്പർ 8.2 നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തിയറിയിൽ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയി എഴുതിയാൽ മതി. ഷെയർ റീപർച്ചേസും എന്തായിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്താണ്? ബോണസ്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബോണസ് ആയിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? അതും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ ഏത് പോയിന്റ് ഓഫ് വ്യൂ ആണെന്ന് വെച്ചാൽ ഈ ഷെയർ റീപർച്ചേസ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, ഈ സംഭവങ്ങളൊന്നും നമ്മൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സും നേരെ അങ്ങനെ കൊടുക്കുന്ന ആ രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ള റിസർവ്സ് നിന്ന് അല്ലെങ്കിൽ ആ ബൈബാക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് ജനറൽ മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടി നമ്മൾ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്? ഈ ഷെയർ റീപർച്ചേസും അതുപോലെ തന്നെ സ്റ്റോക്ക് ഡിവിഡൻഡ്, അതായത് ബോണസ് ഇഷ്യൂ. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ലോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ എന്ത് വരില്ല, ഇത് തിയറി ടോപ്പിക്സിന് വേണ്ടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ ഈ ക്യാഷ് ഡിവിഡൻഡിൻ്റെ പോലെ നമുക്ക് എന്തിൽ വരില്ല, ഈ ക്വസ്റ്റ്യൻസിലൊന്നും ഇതങ്ങനെ ചോദിക്കില്ല. ഓക്കെ, ബോണസ് ഷെയർസും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഡിവിഡൻഡ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ 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 ഇനി പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ഇൻ ഡിവിഡൻഡ് പോളിസി. ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ കമ്പനി. പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ഇൻ ഡിവിഡൻഡ് പോളിസി. നമ്മൾ ഡിവിഡൻഡ് പോളിസി വെക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് എ കമ്പനി എങ്ങനത്തെ കമ്പനിയാണ്, അപ്പം ആ കമ്പനീൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ഡിവിഡൻഡ് പോളിസീസ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു മെച്യൂർ കമ്പനി ആണെങ്കിൽ, മെച്യൂർ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ റിലയൻസ് അതുപോലത്തെ കമ്പനീസൊക്കെ എന്ന് പറഞ്ഞാൽ മെച്യൂർഡായിട്ട് അത്യാവശ്യം നല്ല ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ്. അവിടെ ഗ്രോത്തൊക്കെ എന്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഗ്രോത്തൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മെച്യൂർ കമ്പനിയാണ്.
അതിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക. ഗ്രോത്ത് സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ മെച്ചർ സ്റ്റേജിൽ ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക. റിസ്ക് അവിടെ കുറച്ച് കുറയും. അതാണ് ഈ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക് കുറവായിരിക്കും. കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ് ഈ ലാർജ് ക്യാപിറ്റൽ കമ്പനീസ് അല്ലെങ്കിൽ മെച്യൂർ കമ്പനീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസിന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെയും പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ദേ ഹാവ് ഫ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് ദേ ഷോ ഹൈ പേ ഔട്ട് റേഷ്യോ. അതായത് അവർക്കിപ്പം നിങ്ങളുടെ ഈ ഫണ്ട് ഉള്ളതിനെ കൊണ്ട് നമ്മളെ ഈ പ്രോഫിറ്റ് അവിടെ നിന്നതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എൻ്റെ കയ്യിൽ ഒരു 100 ഉണ്ട്. അതിന് ഞാൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു 20 ആണെങ്കിൽ 80 റുപ്പീസ് എന്താണ് എനിക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. അപ്പോൾ ഈ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ത് ചെയ്യാം, എനിക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ പുതിയ പുതിയ പ്രൊജക്ട്സിലൊക്കെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ വെക്കുന്നത്, ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ മെച്യൂർ കമ്പനീസിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അത്ര വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിഡൻഡ് 20 കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും 80 അല്ലെങ്കിൽ 100 തന്നെ അങ്ങ് കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമ്പനീസൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും നല്ല ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഏതാണ്ട് ഒരു മെച്യൂർ സ്റ്റേജിലാണുള്ളത്. അവിടെ ഒന്നും ഫണ്ടിനെ കൊണ്ട് വലിയ ആവശ്യം ഉണ്ട് എന്നുള്ളതില്ല. ഇൻഫോസിസ് ഇപ്പോഴും കുറച്ചൊരു ഗ്രോത്ത് ടെക്നോളജി അതിനെക്കൊണ്ട് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ ഇതുണ്ട്. എന്നാലും ഇപ്പം ITCയിലൊക്കെ നല്ല ഡിവിഡൻ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഏതാണ്ട് അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി നല്ല ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഒരു മെച്യൂർ സ്റ്റേജിലുള്ള കമ്പനീസാണ്. അപ്പം അങ്ങനത്തെ കമ്പനീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് നല്ലോണം ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നീട് ഗ്രോയിങ് കമ്പനീസ് ഉണ്ടാവും. ഗ്രോയിങ് കമ്പനീസ് ദേ ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ് ടു ഫിനാൻസ് ഫാസ്റ്റ് ഗ്രോയിങ് ഫിക്സ്ഡ് അസറ്റ്സ് ഹെൻസ് ലോ പേ ഔട്ട് റേഷ്യോ. ഇതിപ്പം സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലത്തെ കമ്പനീസൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പാണ്, നന്നായി ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസിൽ നമ്മൾക്ക് ഈ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഒക്കെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ 100 20 പോയിട്ട് ചിലപ്പോൾ 0 ഒക്കെ ആയിരിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. കമ്പനീസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നതിന് പകരം അതവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കും. റീറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് വേറെ ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെന്ത് കൊടുക്കണം, ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതിന് അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവർ നമ്മളെ ഡിവിഡൻഡ് ഇപ്പം ഏണിങ്സ് എത്ര ഉണ്ടോ അത് അത്രയും അവിടെ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് റീഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഏത് സ്റ്റേജിലുള്ള കമ്പനിയാണോ ആ കമ്പനിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇത്ര ഒരു ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ കമ്പനീൻ്റെ വാല്യൂ കൂടും അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ കമ്പനീൻ്റെ വാല്യൂ, അതായത് ഷെയറിൻ്റെ വാല്യൂ ഒക്കെ കൂടുന്നത് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. മൈക്രോസോഫ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു 1990s അല്ലെങ്കിൽ 2000 ആ ഒരു ടൈമിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പം ഷെയറിൻ്റെ വാല്യൂ എന്താണ് ചെയ്തത്, ഷെയർ വാല്യൂ ഡിക്രീസ് ആയിപ്പോയി. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തപ്പം ഷെയർ വാല്യൂ ഡിക്രീസ് ആയിപ്പോയി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതിനെ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഈ കമ്പനി മെച്ചോർഡ് സ്റ്റേജിലേക്ക് എത്തി, ഇനി ഇവിടെ നിന്ന് ഒരു സ്റ്റേബിൾ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അധികം ഏർണിങ്സും അതൊന്നും ഇനി കമ്പനിക്ക് ഉണ്ടാവില്ല, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആൾക്കാർ പോയത് കൊണ്ടാണ് അവിടെ ഷെയർ വാല്യൂ കുറഞ്ഞത്. ഷെയർ വാല്യൂ കുറയപ്പോഴാണ് നമ്മൾ ആൾക്കാർ സെല്ല് ചെയ്ത് തുടങ്ങുമ്പോഴാണ് സെല്ലിങ് കൂടുതലും അതുപോലെ തന്നെ ബൈയിങ്
കുറവാകുന്ന കേസിലാണ് നമ്മുടെ ഷെയർ വാല്യൂ കുറയുക. അപ്പം അങ്ങനെ ഒരു കേസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് തോന്നി ഇനി ഈ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇതൊരു മെച്യൂർ സ്റ്റേജിലെത്തി, ഇനി നമുക്ക് ഏണിങ്സ് ഇതിലും നന്നായിട്ട് വേറെ കമ്പനി, ഈ പൈസ നമ്മൾ വേറെ കമ്പനിയിൽ ഇട്ടാൽ ചിലപ്പോൾ ഇതിനേക്കാളും നമുക്ക് ഏണിങ്സ് കിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അവർ സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞത്. അപ്പോൾ ആ ഒരു കേസിൽ മൈക്രോസോഫ്റ്റിൻ്റെ CEO എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്രസ് മീറ്റൊക്കെ വിളിച്ച് വരുത്തി, എന്നിട്ട് അതിലെന്ത് പറഞ്ഞു, ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറഞ്ഞതിനെ കൊണ്ടല്ല, അത് ഞങ്ങളൊരു പാർട്ടായിട്ട് ഞങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ തരുന്നതാണെന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞ് പ്രസ് മീറ്റൊക്കെ വിളിച്ച് വരുത്തിയാരാണ് പിന്നീട് ഷെയറിൻ്റെ പ്രൈസ് കുറച്ചൊക്കെ ഒന്ന് സ്റ്റേബിളായി മാറിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് ഈ ഡിവിഡൻറ്റുമായിട്ട് നല്ല എന്തുണ്ട്, നല്ല ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ഡിവിഡൻറ്റ് ഡിസിഷൻസ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് നല്ലോണം കുറയാനും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിൻ കൺസിഡറേഷൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ കോൺസ്ട്രെയിൻസ് എന്തെല്ലാമാണുള്ളതെന്നാണ്, എന്തൊക്കെയാണ് നമുക്ക് ഡിവിഡൻറ്റ് പേ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ലീഗൽ, ലിക്വിഡിറ്റി, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചുതരാം. പേ ഔട്ട് പോളിസീസ്, എന്തെല്ലാം പേ ഔട്ട് പോളിസീസ് ആണുള്ളത്. കോൺസ്റ്റന്റ് ഡിവിഡൻറ്റ് പോളിസി, ഷെയർ ഹോൾഡേഴ്സ് ആർ ഗിവൺ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏർണിങ്സ്. ഇത് ഇങ്ങനത്തെ പോളിസി എല്ലാ കമ്പനിയിലും ഉണ്ടാവില്ല. പ്രാക്ടിക്കലി വളരെ കുറച്ച് കമ്പനിയിലേ ഇങ്ങനത്തെ പോളിസി ഉണ്ടാവുള്ളൂ. കോൺസ്റ്റന്റ് ഡിവിഡൻറ്റ് പോളിസി, അതായത് നമ്മളെ ഏർണിങ്സ് എത്ര ആയിക്കോട്ടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മോറോവർ എന്തായിട്ട് മാറും, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുക്കുന്ന പോലെ ആയിട്ട് മാറും. അപ്പോൾ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി. ദ റേഷ്യോ ഓഫ് ഡിവിഡൻറ്റ് ടു ഏർണിങ്സ് ഈസ് നോൺ ആസ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. സം കമ്പനീസ് ഫോളോ എ കോൺസ്റ്റന്റ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ സെയിം ആയിരിക്കും, ഇവിടെ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ ഏണിങ്സ് 100 ആണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ ഏണിങ്സ് ഒരു 80 ആയിട്ട് മാറി. അപ്പോൾ ഞാൻ കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് പോളിസി ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ ഒരു 10 റുപ്പീസാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കൊല്ലവും ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കൊല്ലം ഞാൻ എത്ര കൊടുക്കും, 10 കൊടുക്കും. സെക്കൻഡ് കൊല്ലം ഞാൻ എത്ര കൊടുക്കും, 10 തന്നെ കൊടുക്കും. ഇനി സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി ആണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ സെയിം ആയിരിക്കും, DPR. ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏർണിങ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഞാൻ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഇക്വേഷൻ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ EPS, ഡിവിഡൻറ്റ് പെർ ഷെയർ ഡിവൈഡ് ബൈ EPS ആണ് വരിക. അപ്പോൾ എൻ്റെ EPS ഇവിടെ വരുന്നത് ഏർണിങ്സ് ആയിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തത് 100 ആണ്. 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 10% ആണ് എൻ്റെ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ 10% ഞാൻ ആദ്യത്തെ കൊല്ലം 10% ആയിട്ട് വെക്കും. ആ 10%-ന് 100-ന് 10% എന്ന് പറയുമ്പോൾ 10. അതുപോലെ തന്നെ രണ്ടാമത്തെ കൊല്ലം എൻ്റെ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ 10% തന്നെ ആയിരിക്കും. ബട്ട് ഇവിടെ ഏർണിങ്സ് എത്രയായി മാറിയിട്ടുണ്ട്, 80 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 80 ആയിട്ട് മാറിയതിനെ കൂടെ 80-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റേബിൾ ഡിവിഡൻറ്റ് പോളിസി, ഒന്ന് കോൺസ്റ്റൻറ്റ് ഡിവിഡൻറ്റ് പോളിസി. കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡിവിഡൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ 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 ഇനി നമുക്ക് നോക്കാനുള്ളത് ലിന്നേഴ്സ് മോഡൽ. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തോളുക. ലിന്നേഴ്സ് മോഡൽ എന്നാണ് മോഡലിൻ്റെ പേര്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ലിന്നേഴ്സ് മോഡൽ നമ്മൾ എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് എത്ര ആയിരിക്കും ഡിവിഡൻഡ് ഉണ്ടാവുക, എത്രയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് പ്രൈസ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ലിന്നേഴ്സ് മോഡൽ എന്താണെന്ന് നോക്കാം. ഈ ലിന്നേഴ്സ് മോഡലാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിന്നേഴ്സ് മോഡൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക്
നോക്കിയിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് D1 ഉം D0യും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ടാവും, D1 തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ D0 തന്നിട്ടുണ്ടാവും. ഇതിന്ന് അപ്പുറത്തുള്ള ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പേ ഔട്ട് റേഷ്യോ. അങ്ങനത്തെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതായിരിക്കും ഉണ്ടാവുക. ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് അറിയേണ്ട ആൾക്കാർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ ഡിവിഡൻഡ് 0th ഇയറിലെ ഡിവിഡൻഡ്, അതായത് ഈ ഇയറിൽ നമ്മൾ ഡിവിഡൻഡ് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട് കറണ്ട് ടൈമിൽ. ആ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു 10 rupees ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ ഏണിങ്സ് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ 3 ഓപ്ഷൻസിലാണുള്ളത്. ഒന്ന് 100 rupees ആയിരിക്കാം, അല്ലെങ്കിൽ 80 rupees ആയിരിക്കാം, അല്ലെങ്കിൽ 120 rupees ആയിരിക്കാം. എൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഡിവിഡൻഡ് എത്ര ആയിരിക്കും? ഡിവിഡൻഡ് ഫസ്റ്റ് കേസിൽ വരുന്നത് 100 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 10 rupees. സെക്കൻഡ് കേസ് വരുമ്പോൾ 8 rupees. തേർഡ് കേസ് വരുമ്പോൾ 12 rupees. ഇത്രയാണ് എൻ്റെ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയറിൻ്റെ ഏണിങ്സ് 3 കേസിലായിട്ട് ഞാൻ കൊടുത്തു. അതിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്തായിരിക്കും? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മിക്കവാറും എൻ്റെ എക്സ്പെക്റ്റേഷൻ എത്ര ഏണിങ്സ് ആയിരിക്കും മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നൊരു ആളാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു കമ്പനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചോളൂ. ആ കേസിൽ ഏണിങ്സ് ആയിരിക്കും മാറുക. അപ്പോൾ ഇത് മാറുന്ന അനുസരിച്ച് എന്തായിരിക്കും, നമ്മുടെ ഡിവിഡൻഡ് മാറും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, അല്ലെങ്കിൽ ഈ ലിന്നേഴ്സ് മോഡലിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഈ D1 ഫസ്റ്റ് കേസിൽ എത്ര വരുന്നത്? 10 ആണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ, D1 ഈക്വൽ ടു ലിന്നേഴ്സ് മോഡലിൽ ഞാനിപ്പോൾ ഈ എക്സ്പ്രഷനെ ഞാൻ മാറ്റി എഴുതുകയാണെങ്കിൽ D1 ഈക്വൽ ടു D0 പ്ലസ് ഏർണിങ്സ് ഇൻറ്റു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മൈനസ് D0 ഇൻറ്റു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അതായത് ഈ D0 എന്ന് പറയുന്നത് 10 തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നെക്സ്റ്റ് ഇയർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഡിവിഡൻഡിൻ്റെ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതായത് 100 ഇൻറ്റു 10% മൈനസ് 10 ഇൻറ്റു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് മാത്രമായിക്കൊള്ളുന്നില്ല, നമ്മുടെ കമ്പനിയിൽ ഭാവിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ആ ഡിവിഡൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള അനുസരിച്ചായിരിക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും, ഇപ്പം ഒരു ഇത്ര 50% ഓഫ് ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, 50% ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്നാണ് അതിൻ്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്ര ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ആ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മിക്കവാറും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്ര ഏർണിങ്സ് ആയി വന്നാൽ ഇത്ര ആയിരിക്കും എൻ്റെ ഡിവിഡൻഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ D0 ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ വലിയ ആനക്കാരിയൊന്നുമില്ല ഇതിൽ.
അതായത് D1 ഈക്വൽ ടു D0. ഈ D0യും അതിൻ്റെ കൂടെ തന്നെ ഈ ഏർണിങ്സ് ഇൻറ്റു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഏർണിങ്സും ഇൻറ്റു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് വെച്ചാൽ ഇത് തന്നെ എന്താണ് ശരിക്കും നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വരിക. ഇതിൻ്റെ മുകളിലേക്ക് എന്തുകൂടി വരും, ആ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും കൂടി വരും. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി വരും എന്നുള്ളതേ ഇവിടെ ഒരു മാറ്റമുള്ളൂ. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യാനേ ഉള്ളൂ ശരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആദ്യം D0 വെക്കുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ D0 മൈനസ് ചെയ്യുന്നു. ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഐറ്റത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷെ നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് D1 ഈക്വൽ ടു D0 പ്ലസ് ഈ ഏർണിങ്സ് ഇൻറ്റു DPR ഇൻറ്റു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്തുണ്ടാക്കി, ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ വരുമ്പോൾ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരും. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്, ലിൻഡേഴ്സ് മോഡലിൻ്റെ ഇക്വേഷൻ വരുന്നത് D1 ഈക്വൽ ടു D0 പ്ലസ് EPS ഇൻറ്റു ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ മൈനസ് D0 ഇൻറ്റു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഇക്വേഷൻ ഡെറിവേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്നായിരിക്കുന്നു. ഇതിൽ ഓരോ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ. ഇപ്പോൾ ഡിവിഡൻഡ് D1 എന്ന് കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, ഡിവിഡൻഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇയർ എൻഡ് ഡിവിഡൻഡ് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ ആണ് അവിടെ D1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ലിൻഡേഴ്സ് മോഡലിൽ മാത്രമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് D1 എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലേക്കുള്ള ആ ഒരു ഡിഫറൻസ്, അതായത് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഡിവിഡൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ഇയർ ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഈ ലിൻഡേഴ്സ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ ആണ് D1 ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ ഇതിപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് ഇയറിൻ്റെ ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ D1-നെ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആയിട്ടും അതുപോലെ തന്നെ D0 ആയിട്ടുള്ളതിനെ നമ്മുടെ കറണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താലും നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും തരികയെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ എന്നുള്ളതിനെ കൊണ്ട് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് D1 കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ആ വേർഡിങ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. D1 ഈക്വൽ ടു ഡിവിഡൻഡ് ഫോർ ദ കറണ്ട് ഇയർ ആയിരിക്കും ലിൻഡേഴ്സ് മോഡലിൽ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതുപോലെ തന്നെ D0 എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് ഇൻ ഇയർ 0, അതായത് ലാസ്റ്റ് ഇയേഴ്സ് ഡിവിഡൻഡ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരിക്കലും ഇത് നമ്മൾ സാധാ മെത്തേഡായിട്ട് മാറിപ്പോകരുത്. ഓക്കെ. പിന്നീടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഒരു സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എത്രയാണ് ഭാവിയിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഡിവിഡൻഡ് റീറ്റെയിനിങ് പെർസെൻറ്റേജ്, അതാണ് എന്തെന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ ഡിവിഡൻഡ് റീറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ലിൻഡേഴ്സ് മോഡൽ എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ് തന്നു കഴിഞ്ഞാൽ ആ ഡിവിഡൻഡിൽ നിന്ന് നമുക്ക് കറണ്ട് ഇയറിലേക്ക് ഡിവിഡൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ലിൻഡേഴ്സ് മോഡൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എസ് ലിമിറ്റഡ് ഫോളോസ് ലിൻഡേഴ്സ് മോഡൽ ഫോർ ഇയർ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് ഇയർ ഇറ്റ് ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് ഓഫ് ₹5. ഇതെന്താണ്, ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറയുമ്പം D0 ആണ്. D0 ഈക്വൽ ടു ₹5 എന്ന് കിട്ടി. ഓക്കെ. ഇറ്റ് ഹാസ് എ ടാർഗറ്റഡ് പേ ഔട്ട് റേഷ്യോ ഓഫ് 70%. ഇതെന്താണ്, ടാർഗറ്റഡ് പേ ഔട്ട് റേഷ്യോ.
DPR അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ ടാർഗറ്റഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 70% കിട്ടി. ഓക്കെ, ഇഫ് ദ EPS ഫോർ ദ ഇയർ ഈസ് ₹10, കറണ്ട് ഇയർ EPS ₹10 ആണ്. Ascertain the dividend payout ratio if S Limited views that only 50% incremental dividend can be maintained in year to come. ഓക്കെ, ഇതെന്താണ് സാധനം? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓൺലി 50% ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഇയർ ടു കം. അതായത് വരാൻ പോകുന്ന ഇയേഴ്സിൽ നമുക്ക് 50% ഡിവിഡൻഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ആൻഡ് വാട്ട് വിൽ ബി ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇഫ് എസ് ലിമിറ്റഡ് ക്യാൻ മെയിൻറ്റെയിൻ 70% ഓർ 30% ഓഫ് ദ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ്. അപ്പോൾ ഇതെന്താണ് ഈ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എത്ര ആയിരിക്കും? 70% ആയിരിക്കും. ഈ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ 30% ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഇത് സിമ്പിളാണ്, ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ എങ്ങനെ എടുക്കണം എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ EPS ഫോർ ദ കറണ്ട് പീരീഡ് ഇതാണ് കറണ്ട് ഇയർ EPS. ഇതിൻ്റെ കൂടെ കറണ്ട് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, EPS അതായത് നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ 50% ഉള്ള കേസാണ്. അപ്പോൾ അതിൽ D1 ഈക്വൽ ടു D0 പ്ലസ് EPS ഇൻറ്റു ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ മൈനസ് D0 ഇൻറ്റു ഹോൾ ഇൻറ്റു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഈ EPS ഓൾറെഡി തന്നിട്ടുണ്ട്. EPS കറണ്ട് ഇയർ EPS ആണ്. അപ്പോൾ അതിൽ D0 എന്ന് പറയുന്നത് പ്രീവിയസ് ഡിവിഡൻഡ് 5 ആണ്, പ്ലസ് 10 ഇൻറ്റു 70% മൈനസ് 5 ഇൻറ്റു 50% ഈക്വൽ ടു 5 പ്ലസ് 1 ഈക്വൽ ടു ₹6 എന്ന് വരും നമ്മുടെ ഡിവിഡൻഡ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഈ കേസിൽ കണ്ടോ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ വരുന്ന കേസിൽ നമ്മളെന്താ ഇത് D0 D0 ഈ D0യും വെട്ടിപ്പോകാമെന്ന് ഞാൻ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ മാറുന്ന കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരിക ഇവിടെയാണ്. അതായത് ഈ D0 അതായത് ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് ഇത് മാറും. ഇതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കഴിഞ്ഞ ഇയറിനേക്കാളും ഇപ്രാവശ്യം എത്ര ഡിവിഡൻഡ് കൂടി എന്നുള്ളതാണ് ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്രിമെൻ്റൽ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ആ D0 ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻറ്റിൻ്റെ മുകളിലാണ് ഈ ആനുറ്റി ഫാക്ടർ മൾട്ടിപ്ലൈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ D0 എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെട്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഈ ആനുറ്റി ഫാക്ടർ 1 ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നേരെ EPS ഇൻറ്റു ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ആനുറ്റി ഫാക്ടർ ഉള്ളതിനെ കൊണ്ട് ആനുറ്റി ഫാക്ടർ എന്നായിപ്പോയി, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതും. ഓക്കെ, ₹5 പ്ലസ് 1 ഈക്വൽ ടു 6. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി പിന്നീടുള്ളത് ആൻറ്റി ഫാക്ടർ 70% ആവുന്ന കേസ്. അത് എങ്ങനെ തന്നെയാണ് 5 പ്ലസ് 10 ഇൻറ്റു 70% മൈനസ് 5 ഇൻറ്റു 70% അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ആൻറ്റി ഫാക്ടർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൂടുന്നതനുസരിച്ച് ഡിവിഡൻഡ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കുറയുന്നതനുസരിച്ച് ഡിവിഡൻഡ് കുറയുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഈ ഇതിൽ ചെയ്യാനുള്ളത് ലിൻഡേഴ്സ് മോഡലിൽ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ടോപ്പിക്സും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിൻഡേഴ്സ് മോഡൽ എന്താണ്, D1 ഈക്വൽ ടു D0 പ്ലസ് EPS ഇൻറ്റു ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ മൈനസ് D0. ഈ ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റൽ ഡിവിഡൻ്റ് ആണ്. ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് അതായത് പ്രീവിയസ് ഇയറിനേക്കാളും എത്ര കൂടുതലുണ്ടെന്നുള്ളത്, പ്രീവിയസ് ഇയറിനേക്കാളും എത്ര, ഹൗ മച്ച് ഇൻക്രീസ്
പ്രീവിയസ് ഇയറിനേക്കാളും എത്ര ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് എന്നുള്ള എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു EPSൻ്റെ ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിവിഡൻ്റ് ആണ്. ഇതിന്ന് ഈ D0 കഴിഞ്ഞ പ്രാവശ്യത്തെ D0 കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് കിട്ടുന്നത്. ഓക്കെ, ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് ഈ D0യും കൂടി കുറയ്ക്കുമ്പോഴേ ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും അത്, EPSൻ്റെ ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണ്. അതിൽ നിന്ന് കഴിഞ്ഞ കൊല്ലത്തെ ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻക്രീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഇൻക്രീസിൻ്റെ മുകളിലായിരിക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ അപ്ലൈ ചെയ്യുന്നത്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ആ വേർഡിങ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. EPS ഫോർ ദ കറണ്ട് എസ് ലിമിറ്റഡ് ദാറ്റ് ഓൺലി 50% ഓഫ് ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഇയർ ടു കം. അതായത് ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡിൽ EPSൻ്റെ ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ -D0 എന്നുള്ള ഈ ഇൻക്രിമെൻ്റൽ ഡിവിഡൻഡിൻ്റെ 70% മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറും കൂടി വരുമ്പോഴാണ് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് D1 നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലിൻഡേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നിങ്ങളിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ, ഈ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.